പെട്ടെന്നാണ് നമ്മളൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഡ്യൂക്കേഷൻ ലോണിനെ പറ്റിയിട്ട് കുറെ സംസാരിച്ചിരുന്നു. അപ്പൊ എഡ്യൂക്കേഷൻ ലോണിനെ പറ്റി സംസാരിച്ചപ്പോൾ ഒരുപാട് കോളുകളും ഒരുപാട് കിട്ടുന്നില്ല എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പേരൻസ്, കുട്ടികൾ, അങ്ങനെ ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പൊതുവായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവർ പറഞ്ഞിരുന്ന ഒരു പരാതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിബിൽ സ്കോറിന്റെ പേരിൽ എഡ്യൂക്കേഷൻ ലോൺ കിട്ടുന്നില്ല. അപ്പൊ സിബിൽ സ്കോർ വേണ്ടതാണോ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സിബിൽ സ്കോർ ഇല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോണിനെ ബാധിക്കും, അല്ലെങ്കിൽ മറ്റേ ലോണിന്റെ കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. മീൻസ് മറ്റേ ലോൺ എടുക്കുമ്പോൾ ഈ സിബിൽ സ്കോർ ഒരു കാരണമായിട്ട് പറയുന്നു. എന്താണ് ഇതിന്റെ പോംവഴി? ഇതില്ലെങ്കിൽ നമുക്കൊരു ലോൺ കിട്ടില്ലേ? ഈ പൈസ ഇല്ലാത്തവരല്ലേ സത്യം പറഞ്ഞാൽ ലോൺ എടുക്കുന്നത്, അപ്പൊ അവരെ സഹായിക്കണ്ടായോ? ഇങ്ങനൊരു നിയമം ഇത് ശരിയാണോ തെറ്റാണോ? അങ്ങനെ കുറെ ചോദ്യങ്ങൾ വന്നു. നിയമപരമായിട്ട് എഡ്യൂക്കേഷൻ ലോണിന് സിബിൽ സ്കോർ വേണ്ട, അത് ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതാണ് നിയമം. അപ്പൊ അത് ഞാൻ അവരോട് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞ് ബാങ്കിന് ഇങ്ങനെയാണ് പറയുന്നത്, പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പറയുന്നത് നിയമം അങ്ങനെയാണെങ്കിലും അത് നടക്കുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് കാണും. ഇത് സാധാരണക്കാരെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഇതിന് ഒരു നിയമമാറ്റം കാര്യങ്ങൾ വരണം. അതിനിത് അധികാരികളോ അല്ലെങ്കിൽ അതിന് ചുമതലപ്പെടുന്ന ആരാണോ അവർ ഈ കാര്യങ്ങൾ അറിയണം. അതായത് ഞാൻ കുറെ ഇതിനെപ്പറ്റി കുറെ നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതിനകത്ത് പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു പേഴ്സണലി എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് എനിക്കൊരു ലോൺ ഉണ്ടായിരുന്നു. ആ ലോൺ ഞാൻ കാറുമായിട്ട് സംബന്ധിച്ച ഒരു ലോണായിരുന്നു. ആ ലോണ് ഞാൻ നേരത്തെ പേയ്മെന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പേയ്മെന്റ് അല്ലാണ്ട് വന്നപ്പോൾ നമ്മൾ ആ പേയ്മെന്റ് കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്തപ്പോൾ എന്റെ സിബിൽ സ്കോർ കുറഞ്ഞു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അറിഞ്ഞിരുന്നില്ല. പിന്നെ വേറൊരു EMIക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുന്ന ടൈമിലാണ് ഞാൻ ആ സംഭവം മനസ്സിലാക്കിയത്. അപ്പൊ അത് എന്താ, നമ്മൾ പൈസ നേരത്തെ അടച്ചാലും പ്രശ്നമാണ്, അടച്ചു കഴിഞ്ഞാൽ പ്രശ്നം, നമ്മൾ അടച്ചില്ലെങ്കിലും പ്രശ്നം. കൃത്യമായിട്ട് അതാത് മാസം അടച്ചു കഴിയുമ്പോൾ അത് ആ ബാങ്കുകാർക്ക് ഒരു പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ ഈ സിസ്റ്റം ഹോൾഡ് ചെയ്യുന്ന ആരാണ് അവർക്ക് ഇത് ഗുണവും അല്ലാത്തവർക്ക് ഇത് ദോഷവുമാണ്. ഇപ്പൊ സിബിൽ സ്കോർ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ വേറെ ലോൺ എടുത്ത് കൃത്യമായിട്ട് പേയ്മെന്റ് ചെയ്ത് സിബിൽ സ്കോർ ലെവലാക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഓക്കെ, അപ്പം നമ്മളെപ്പോ ഉള്ള സാധാരണക്കാര് ഇത് എത്രമാത്രം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് ആലോചിക്കണം. കാര്യം പൈസ ഇല്ലാത്തവ മാത്രമാണ് ലോൺ എടുക്കുന്നത്. അവരുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട. ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ റിപ്പോർട്ടർ ചാനലിനകത്തില് ഈ ഒരു ന്യൂസ് ഇങ്ങനെ കേട്ടു. ന്യൂസ് കേട്ടപ്പോ അതിനകത്ത് പറഞ്ഞ ഒരു ആരാന്നു കണ്ണൂരെ കണ്ടുള്ള ഒരു വീട്ടമ്മയാണ്. അപ്പൊ പുള്ളിക്കാരി വിളിച്ചിട്ട് ഇതേപോലെ ചാനലിൽ തന്നെ സംസാരിക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ലോണിന്റെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പം അവര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ബാങ്കിലെ മാനേജർ അവരോട് പറഞ്ഞു, എന്തിനാ ഇത്രയും കാശ് മുടക്കിയുള്ള കോഴ്സിന് പഠിപ്പിക്കുന്നത്, നോർമൽ കോഴ്സ് വല്ലതും വിട്ടാ പോരെ എന്ന് ബാങ്കിന്റെ മാനേജർ അവരോട് ചോദിച്ചു. അപ്പൊ ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ, പൈസ ഉള്ളവ മാത്രം പഠിച്ചാൽ മതിയോ? പൈസ ഉള്ളവ മാത്രം ഇവിടെ നന്നായാൽ മതിയോ? പൈസ ഇല്ലാത്തവർക്കും ഇല്ലേ സ്വപ്നങ്ങള്? അവര് കഷ്ടപ്പെട്ടു എടുത്തും എന്തൊക്കെയോ വെച്ചിട്ടോ അവര് നാളെ പൈസ അടയ്ക്കത്തില്ലെന്നല്ലല്ലോ പറഞ്ഞേ. പൈസ അടയ്ക്കാം, പക്ഷെ അവർക്കൊരു സാവകാശം വേണം. അവർക്ക് മറ്റു വഴികളില്ലാത്തവരാണ് എഡ്യൂക്കേഷൻ ലോണിലോട്ട് വരുന്നത്. അപ്പൊ മറ്റു ലോണിനെ നിങ്ങൾ നിങ്ങൾ വലിയ ലോണിനെയും കാര്യങ്ങളെയും ഒക്കെ അവർ ഈ രീതിയിൽ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോയിക്കോ, കുഴപ്പമില്ല. പക്ഷെ എഡ്യൂക്കേഷൻ ലോണ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഒരു പ്രവണത ഒഴിവാക്കണം. സിബിൽ സ്കോറിനെ പുറത്ത് ഇങ്ങനെ ഒരു ന്യായം പറയുന്ന പരിപാടി ഒഴിവാക്കണം. ഇത് അറിയേണ്ടവരെ അറിയിക്കണം. ഇത് മാക്സിമം ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു നമ്മുടെ സമൂഹത്തിൽ ചർച്ചയായെങ്കിൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത് ഏറ്റെടുക്കാൻ എല്ലാവരും തയ്യാറാവണം. പിന്നെ കൃത്യമായിട്ട് പേയ്മെന്റ് അടയ്ക്കാത്തവർക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു എക്സംഷൻ ടൈമോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കാനും തയ്യാറാവണം. കാര്യം എല്ലാവരെയും കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ലിത്. അതാത് മാസം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. പിന്നെ ഇത് മാത്രം ഒരു മാനദണ്ഡം ആക്കരുത്. ഒരു മനുഷ്യൻ ചിലപ്പോൾ അവന്റെ അന്നേരം അടയ്ക്കാൻ പറ്റിയില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ അവന്റെ ജീവിത സാഹചര്യം ഒരുപക്ഷെ മെച്ചപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ മെച്ചപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഗ്രൗണ്ട് സർവേ പോലും നടത്താതെ ഈ രീതിയിൽ സംസാരിക്കുന്നത് വളരെ തെറ്റായിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് അവൻ നിലവിൽ എന്താണ് അവന്റെ അവസ്ഥയെന്ന് നിങ്ങൾ മൊത്തം ഒരു ഗ്രൗണ്ട് സ്റ്റഡി നടത്തുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇതൊരു സാമൂഹിക വിഷയമാണ്.
എഡ്യൂക്കേഷൻ ലോണിൽ ഒരുപാട് കുട്ടികളുടെ സ്വപ്നത്തിന് പല കുട്ടികളും പഠിത്തം നിർത്തി വന്നവർ വരെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എബ്രോഡോ അല്ലെങ്കിൽ 7 ലക്ഷം രൂപ കൂടുതൽ വരുന്നതിന് നിങ്ങൾ ഈട് വെക്കുന്ന പരിപാടിയും കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ. പക്ഷെ സിബിൽ സ്കോർ എന്ന് പറയുന്നത് തികച്ചും കരമടച്ച രസീത് വെക്കുന്നു എല്ലാം ഓക്കെ. പക്ഷെ സിബിൽ സ്കോർ എന്ന് പറയുന്നത് ഒരു മാനദണ്ഡമല്ല എഡ്യൂക്കേഷൻ ലോണിന്. അങ്ങനെ ഒരു നിയമം ഇല്ല. പക്ഷെ എന്നിട്ടും അതിനെ ഈ രീതിയിൽ പറയുന്നതും ഒഴിവാക്കണം. മറ്റുള്ള ലോണിനും ഇത് മാത്രം ഒരു ആധാരമാക്കാതെ ഒരു ഗ്രൗണ്ട് സർവേയും കാര്യങ്ങളും നടത്താനും തയ്യാറാവണം. ദയവ് ചെയ്ത് ഈ ഒരു വിഷയം ഇഗ്നോർ ചെയ്യാതെ, ഇപ്പൊ പലരും കേട്ടിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ പ്രശ്നമില്ലല്ലോ എന്ന് കരുതി ഇഗ്നോർ ചെയ്യാതെ, ഇതൊരു സാമൂഹിക പ്രശ്നമാണ്, ഒരുപാട് പേരെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഇതൊരു നല്ലൊരു വിഷയമായിട്ട് കണ്ടിട്ട് ഇതിനെതിരെ പ്രതികരിക്കാനും ഇതിനെതിരെ മുന്നോട്ട് വരാനും എല്ലാവരും തയ്യാറാവണം. എഡ്യൂക്കേഷൻ ലോൺ എന്നുള്ളത് ഒരു വലിയൊരു കുടുംബത്തിന്റെ, ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. അപ്പൊ അതിനെ നല്ല രീതിയിൽ അർഹതപ്പെട്ടവർക്ക് കിട്ടാൻ മാർക്ക് ഒരു മാനദണ്ഡം തന്നെ ആക്കണം. മാർക്ക് അങ്ങനെ തന്നെ ആക്കണം. അതാണ് എന്റെ അഭിപ്രായം. മാർക്കിന്റെ മുൻനിർത്തി തന്നെ വേണം. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒരു ഇളവ് കൊടുക്കാൻ ദയവ് ചെയ്ത് അധികാരികളും അതേപോലെ തന്നെ ബാങ്കില് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിലെ മാനേജർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തയ്യാറാവണം. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതൊരു ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഈ ചാനലിനെ ഇത് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിയാനും അത് നിങ്ങളിലോട്ട് എത്തിക്കാനും നമുക്ക് സാധിക്കുള്ളൂ. അപ്പം വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.